നമസ്കാരം. മെയ് 17, അതായത് ഇന്നു മുതൽ ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം ആരംഭിച്ചിരിക്കുകയാണ്. കർമ്മഫലങ്ങളുടെ ഗ്രഹമായ ശനി ഇന്ന് രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ ഒരു പ്രവേശനം ഒക്ടോബർ 9 വരെ ആയിരിക്കും നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ശനി ഇങ്ങനെ രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് നിമിത്തം, അതായത് ഒരു ഗ്രഹത്തിൻ്റെ നക്ഷത്രമാറ്റം നടക്കുമ്പോൾ പലപ്പോഴും അത് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ നമുക്ക് നൽകാറുണ്ട്. അങ്ങനെയാണല്ലോ ഇതുവരെയും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ ഇപ്പോഴും ഇന്നേ ദിവസം മുതലും ചില നക്ഷത്രക്കാർക്ക് ഒരു മാറ്റം വരാറുണ്ട്. അതായത് ശനിയാണ് ഈ മാറ്റം വരുത്തുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. അത് എടുത്തു പറയാൻ കാരണം, ഇത്രയും നാൾ നമുക്ക് ദുരിതങ്ങൾ വിതച്ച ശനി തന്നെ ഇനി നമുക്ക് ഭാഗ്യ വർഷം ചൊരിയാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ശനിയുടെ മാറ്റത്തിൽ നമ്മൾ നൽകുന്ന പ്രാധാന്യം എങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്ന് നോക്കിയാൽ, കഠിന അധ്വാനത്തിന് ഫലമുണ്ടാകും. ക്ഷമ, സഹനം ഇതൊക്കെ അനുഭവിച്ച് നിങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളിലൂടെ കടന്ന് ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് വന്ന നിങ്ങൾക്ക് ആ പ്രവൃത്തിക്ക് ഇരട്ടി ഭാഗ്യവുമാണ് ഇനി ഇവിടെ ശനി നൽകാൻ പോകുന്നത്. അതിനാൽ തന്നെ ശനിയുടെ ഈ രേവതി നക്ഷത്ര പ്രവേശനം വലിയ ആശ്വാസവും സാമ്പത്തിക പുരോഗതിയും കുറച്ച് നക്ഷത്രക്കാർക്ക് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഏറെ നാളായി തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളിൽ തടസ്സം മാറുന്നതാണ്. തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോവുകയും പണസംബന്ധമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും കുടുംബ ജീവിതത്തിൽ സമാധാനം തിരികെ വന്നു ചേരുകയും ചെയ്യും. എന്നാൽ ഓർക്കേണ്ടതുണ്ട്, ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടി മാത്രമാണ്. നമ്മൾ ഓരോ വ്യക്തികളുടെ പരിശ്രമവും നല്ല തീരുമാനങ്ങളും കൂടി ചേരുമ്പോഴാണ് ഇതിലെ പൂർണ്ണതയിൽ അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിലേക്ക്, പൂർണ്ണ പ്രവൃത്തിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്രഹമാറ്റം സംഭവിക്കുന്നു, ഭാഗ്യം വരും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ പോരാ എന്നർത്ഥം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗ്യമാറ്റം വരാൻ പോകുന്ന ആ 4 രാശിക്കാർ, അതിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ രാശിയായി വരുന്നത് ഇടവമാണ്. കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക് സാമ്പത്തിക മാറ്റം ഉണ്ടാകുന്ന സമയമാണ് തുടങ്ങിയിട്ടുള്ളത് ഇന്നു മുതൽ. ഇപ്പോൾ ഒരുപാട് നാളായി പണം കിട്ടാതെ മുടങ്ങിയിരുന്ന ആളുകൾക്ക്, അപ്പോൾ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ശമ്പളം കിട്ടാതിരുന്നതാകാം, കുടിശ്ശികയാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ലോണുകളാകാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വിഷയങ്ങളാകാം, ഏതായാലും അനുകൂലമായ തീരുമാനങ്ങൾ വരും. കുടിശ്ശികയായി കിടന്നിരുന്ന എല്ലാവിധ ധനങ്ങളും നിങ്ങളിലേക്ക്, അതായത് തടസ്സപ്പെട്ട് കിടന്നതാണല്ലോ കുടിശ്ശിക എന്ന് പറയുന്നത്, അപ്പോൾ തടസ്സങ്ങൾ മാറി നിങ്ങളിലേക്ക് വരും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരമൊക്കെ ഉണ്ടാകും. കഠിന അധ്വാനം, അതിനുള്ള ഫലമൊക്കെ വന്നു ചേരുന്ന സമയം. ബിസിനസ് ചെയ്യാൻ ഇറങ്ങാൻ ശ്രമിക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കും നല്ല സമയമാണ്. പുതിയ വാതിലുകൾ, ഭാഗ്യവാതിലുകൾ നിങ്ങൾക്ക് മുന്നേ തുറക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് സർക്കാർ ഓഫീസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകിയ എന്തെങ്കിലും തടസ്സങ്ങളായി അനുഭവിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറുന്ന സമയം. ആരാണ് ഇവിടെ മാറ്റം തരുന്നത്? ശനി ഭഗവാൻ. അപ്പോൾ ഓർത്തോളുക, കർമ്മഫലദാതാവായ ശനിയാണ് ഇവിടെ കർമ്മങ്ങൾക്ക് തടസ്സം വരുത്തിയിരുന്ന ആ ആൾ തന്നെ കർമ്മഫലങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ തരികയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ തക്കതായ മാറ്റം ഉണ്ടാകും. ഇത്രയും നാൾ മനസ്സിലുണ്ടായിരുന്ന ഭയം, സമ്മർദ്ദം, ആശങ്ക ഇതെല്ലാം പതിയെ പതിയെ കുറയാൻ തുടങ്ങി. ഇടുപിടിയിൽ നിന്ന് കുറയുമെന്നല്ല, പതിയെ പതിയെ മാറ്റങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകും. എന്നാൽ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, വാഹനം ഓടിക്കുമ്പോഴും തീ കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് ജാഗ്രത വേണം. കാരണം ശനി നല്ല ഫലം നൽകുമ്പോഴും അശ്രദ്ധ ഒരിക്കലും ക്ഷമിക്കാത്ത ഒരു ഗ്രഹം കൂടിയാണ് ശനി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, വാഹനം, തീ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ അത്യാവശ്യമാകുന്നു. ഇനി അടുത്ത രണ്ടാമത്തെ രാശി തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ വരുന്നത്. നിങ്ങൾക്കും ശക്തമായ മാറ്റത്തിൻ്റെ ഒരു കാലഘട്ടം ഇന്നു മുതൽ തുടങ്ങിയിട്ടുണ്ട്, ഒക്ടോബർ വരെ. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് നിങ്ങളിപ്പോൾ വളരെ പ്രയാസം അനുഭവിക്കുന്നത്. അപ്പോൾ തൊഴിൽ സമ്മർദ്ദങ്ങൾ മാറും. പ്രൊമോഷൻ, ശമ്പള വർധനവ്, പുതിയ ജോലിക്കുള്ള അവസരം, ശുഭവാർത്ത ശ്രവണം, കർമ്മവുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. വിദേശവുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകും. ജോലി സംബന്ധമായ യാത്രകൾക്ക്, ഏത് യാത്ര, ചെറുതാകട്ടെ വലുത് യാത്രകളാകട്ടെ, അത് ഭാവിയിൽ വലിയ നേട്ടമായി തന്നെ മാറുന്നതാണ്. ഇതുവരെ നിങ്ങളെ അവഗണിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ തള്ളി പറഞ്ഞിരുന്ന ആളുകൾ പോലും നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കാൻ തുടങ്ങും.
ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രതിച്ഛായ ഉയരുന്ന സമയം, മേലുദ്യോഗസ്ഥരുടെ പിന്തുണ ഉണ്ടാകുന്ന സമയം, സാമ്പത്തികമായ ഒരു പുരോഗതി ഉണ്ടാകുന്ന സമയം തന്നെയാണ്. വലിയ മാറ്റങ്ങളൊക്കെ വരും. പണം കൈകാര്യം ചെയ്യുമ്പോഴൊന്ന് ആലോചിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതായത് ധനം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് തോന്നും, വസ്തുവോ അല്ലെങ്കിൽ വാഹനമൊക്കെ വാങ്ങുമ്പോഴും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങുകയാണെങ്കിലും പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അല്പം ശ്രദ്ധ വേണം എന്നതാണ് ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്പോൾ നിയന്ത്രണവും ക്ഷമയും ഒക്കെ അത്യാവശ്യം തന്നെ. നിയന്ത്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന പണം അമിതമായി കയ്യിലേക്ക് വരുമ്പോൾ ദൂരത്തിലേക്ക് പോകാതിരിക്കുക എന്നത് തന്നെയാണ്. കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ മെച്ചപ്പെടും. പഴയ തർക്കങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തീരുന്നതാണ്. മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതാണ്. ആത്മവിശ്വാസ വർധനവ് പൊതുവെ ഇന്നു മുതൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി അടുത്തത് മകരം. ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിയാണ്. അപ്പോൾ മകരം രാശിക്കാർക്കും ആശ്വാസത്തിൻ്റെ കാലമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്നതായ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയും. എന്ത് ചെയ്താലും അങ്ങോട്ട് മെച്ചമില്ല, ഫലമില്ല, ഗുണമില്ല എന്ന് പറഞ്ഞ അവസ്ഥയുണ്ടല്ലോ, അതൊക്കെ മാറും. സാഹചര്യങ്ങളൊക്കെ പൊതുവെ മാറുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനത്തിന് നല്ല ഫലം ലഭിക്കുന്ന, പുതിയ പദ്ധതികളൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന, ഭൂമിയായിട്ട് ഇടപാട് അല്ലെങ്കിൽ വീട് പണിയുന്നത്, വാഹനം വാങ്ങുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ്. ടെമ്പററി ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പെർമനൻ്റ് ആകാനുള്ള സാധ്യത ഒക്കെ കൂടുതലായി കാണുന്നുണ്ട്. ബിസിനസ്സിൽ നഷ്ടങ്ങൾ അനുഭവിച്ചിരുന്ന ആളുകൾക്ക് ഇത് സാമ്പത്തികമായി അവസ്ഥയൊക്കെ ഒരുപാട് മെച്ചപ്പെടും. കുടുംബത്തിൽ കലഹങ്ങൾ നിലനിന്നിരുന്നവരാണെങ്കിൽ പോലും കലഹങ്ങളൊക്കെ മാറി സന്തോഷമായ ഒരു അന്തരീക്ഷം പൊതുവെ സംജാതമാകുന്ന, അല്ലെങ്കിൽ സ്വയമേവ സംജാതമാകുന്ന ഒരു സമയം കൂടി. അപ്പോൾ എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അനാവശ്യമായി ഇടപെടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക. അതായത് നമുക്ക് അഭിപ്രായം പറയേണ്ട സ്ഥലത്ത് മാത്രം അഭിപ്രായം പറയാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അഭിപ്രായം ആരായുന്നവരോട് മാത്രം പറയാൻ ശ്രമിക്കുക. നമ്മൾ അല്ലാതെ ഇടയ്ക്ക് കയറി പറയുന്നത് ചിലപ്പോൾ വിനയാകാനുള്ള സാധ്യതയുണ്ട്. ആരാണ്? ശനിയാണ്. അപ്പോൾ ശനി ഭഗവാൻ നല്ലത് തരുമ്പോൾ ചില എടുത്തുചാട്ടം, നമ്മുടെ കയ്യിൽ നിന്നുള്ള ചില തെറ്റുകൾ നിമിത്തം ഭാഗ്യത്തിന് കോട്ടം വരാതിരിക്കാനായിട്ടാണ് ഇത് പറഞ്ഞത്. ശാന്തമായി മുന്നോട്ട് പോവുക. സമയം ഗുണകരമായി തന്നെയാണ് ഇന്നു മുതൽ ആരംഭമായിട്ടുള്ളത്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കുംഭം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും കുടുംബജീവിതത്തിൽ ഏറ്റവും മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ള ദിവസമാണ്. ഇത്രയും നാൾ അകന്ന് നിന്നിരുന്ന ബന്ധങ്ങൾ തന്നെ വീണ്ടും അടുത്തു വരാനുള്ള സാധ്യതയും വീട്ടിൽ സന്തോഷവും ഐക്യവും ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവും. വരുമാന മാർഗങ്ങളിൽ മാറ്റമുണ്ടാകും. അപ്രതീക്ഷിത വരുമാന ലബ്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആത്മീയമായി തന്നെ ഒരു മാറ്റമുണ്ടാകും. ഇതുവരെ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം കാണുന്നില്ല, കേൾക്കുന്നില്ല എന്ന തോന്നൽ, അത് ക്ഷേത്രത്തിൽ പോലും പോകാതിരുന്നവരാണെങ്കിൽ പോലും ഇനിയൊരു ആത്മീയ മാറ്റം ഉണ്ടാവുകയും ക്ഷേത്രത്തിൽ പോകാം, പ്രാർത്ഥിക്കാം എന്നൊരു തോന്നൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പ്രാർത്ഥന, ധ്യാനം ഇതൊക്കെ ഒരുപാട് ഫലം ചെയ്യുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന സമയമാണ്. സംസാരത്തിൽ ക്ഷമ പാലിക്കണം. അതായത് ദേഷ്യപ്പെടുകയോ കടുത്ത വാക്കുകൾ പറയുകയോ ചെയ്താൽ നല്ല അവസരങ്ങൾ പോലും നഷ്ടപ്പെടാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശനി എന്ന് പറയുന്ന ഗ്രഹം ഒരു കാര്യം മാത്രമാണ് നോക്കുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം സത്യസന്ധമായിട്ട് പരിശ്രമിക്കുന്നു എന്നത് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ശനി. അതുകൊണ്ടാണ് ശനി കർമ്മഫലദാതാവ് എന്ന് പറയുന്നത്. കാരണം നീ കർമ്മം ചെയ്യുന്നു എന്ന് ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. എപ്പോൾ നീ കർമ്മം ചെയ്യുന്നു അതിൻ്റെ ഫലം ഞാൻ നിനക്ക് തീർച്ചയായും തരും, ഞാനത് ഇങ്ങും എടുത്തുകൊണ്ട് പോകില്ല. അതാണ് ശനിദേവൻ പറയുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് കർമ്മഫലദാതാവ് എന്ന് നമുക്ക് അക്ഷരം തെറ്റാ ശനിദേവനെ വിളിക്കാം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇവിടെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് ഈ 4 രാശിക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രാശിയിലുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടിയും അതിലുപരി പ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും അനുകൂലമായിട്ടാണ് പോകുന്നതെങ്കിൽ ഫലം തീർച്ചയായും വന്നിരിക്കും. അത് യാതൊരുവിധ സംശയവും വേണ്ട. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.